ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദേവികാസ് ഡ്രീം വേൾഡ്. ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ കോഴിക്കോട് പുത്തൂർ പള്ളിക്കൽ അമ്പലപ്പടിയിലുള്ള ശ്രീലക്ഷ്മി ബാലികാ സദനത്തിലെ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോയിരുന്നു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും അവിടുന്ന് എനിക്ക് കിട്ടിയ സമ്മാനവും അതൊക്കെയാണ് കേട്ടോ ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇതാ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ട്രോഫിയാണ് കേട്ടോ ഇത്. ഞാൻ അവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതിനാൽ എന്നെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുകയാണ് കേട്ടോ. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ദീപപ്രജ്വലനം നിർവഹിക്കുന്നു. അക്ഷരങ്ങൾ വാക്കുകൾ സഞ്ചരിക്കും അറിവുകൾ ചിന്തയിൽ അടങ്ങുവാൻ ശക്തി നിത്യമേകണം പിറന്ന പുണ്യഭൂമിയോട് എനിക്ക് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള കൂടാതെ തന്നെ സെൻട്രൽ ഒരുപാട് വിശേഷണങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് പരിപാടിയിൽ പങ്കെടുത്തു. അതുകൂടാതെ തന്നെ ഈ വർഷത്തെ നമ്മുടെ ജില്ലാ കലോത്സവത്തിലും സംസ്ഥാന കലോത്സവത്തിലൊക്കെ പറഞ്ഞാൽ സംസ്കൃത കലോത്സവത്തിൽ നാടകത്തിൽ ഫസ്റ്റ് എ ഗ്രേഡും നേടിയിട്ടുള്ള, അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന നമ്മുടെ മാത്യു സാറിൻ്റെ സിനിമയിൽ പ്രധാന റോളും ഇന്നലെ ഒരു ഓഫറും വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ കുമാരി ദേവിക ജയയ്ക്ക് ശ്രീലക്ഷ്മി ബാലികാ സദനത്തിൻ്റെയും അന്നപൂർണേശ്വരി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും പേരിൽ ആരവം 2024 വേദിയിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് എന്നിട്ടും ഞാൻ എത്തി നിൽക്കുന്നത് നിങ്ങൾക്കറിയാം, വളരെ ഉന്നതമായ സ്ഥാനത്ത് പ്രാപിക്കാൻ എനിക്ക് സാധിച്ചെങ്കിൽ ഇത്രയൊന്നും നിങ്ങൾ കഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ ഇത്രയൊന്നും കഷ്ടപ്പാട് നിങ്ങൾക്ക് ഇല്ലാത്ത പഠനം നിങ്ങൾക്ക് കൈമുതലായിട്ടുള്ള ഇപ്പോഴത്തെ അവസരങ്ങൾ വേണ്ട തരത്തിൽ വിനിയോഗിച്ചാൽ നിങ്ങൾ എത്തിപ്പെടാവുന്ന മേഖല എന്ന് പറയുന്നത് എന്നെക്കാളൊക്കെ എത്രയോ ഉയരെയാണ്. എത്രയോ ആയിട്ട് എനിക്ക് ഇങ്ങനെ എത്താമെങ്കിൽ നിങ്ങൾക്ക് ഈ സാഹചര്യങ്ങളിൽ ഇവിടെ എല്ലാ സർവതോമുഖമായ വളർച്ചയ്ക്ക് വേണ്ട ട്രെയിനിങ് കിട്ടുന്നു. നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ പരിപാടിയുടെ സംഘാടകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. എനിക്ക് ഈ വേദിയിൽ ഇവിടെ വന്ന് നിൽക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആദരണീയരായ ഗുരുജനങ്ങളുടെ കൂടെ ഈ വേദിയിൽ നിൽക്കുന്നത് എൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. പിന്നെ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ പേരമ്മയുടെ വീടിവിടെ അടുത്താണ്, അവിടെ വന്ന് നിൽക്കാറുണ്ടായിരുന്നു. അപ്പം ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് ഇവിടുത്തെ ചേച്ചിമാരുടെ അനിയത്തിമാരുടെ ഒക്കെ കൂടെ ഞാൻ കുഞ്ഞിലെ കളിച്ചിട്ടുണ്ട്. അപ്പം അതേ സ്ഥലത്ത് ഇപ്പം ഇവിടെ ഈ വേദിയിൽ വന്ന് നിന്ന് ഇങ്ങനൊരു പരിപാടിക്ക് ഇവിടെ നിൽക്കുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ ഞാൻ 1ാം ക്ലാസ് മുതൽ വേദം പഠിക്കുന്നുണ്ട്. അപ്പം ആ വേദത്തിലെ വളരെ പ്രധാനപ്പെട്ട ദുർഗാസൂക്തം എന്ന സൂക്തം ചൊല്ലി ഞാൻ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഓം ജാതവേദസേ സുനവാമസോ മമരാതീയതോ നിദഹാതി വേദഃ സനഃപർഷദതി ദുർഗാണി വിശ്വാ നാവേവ സിന്ധും ദുരിതാത്യഗ്നിഃ താമഗ്നിവർണാം തപസാ ജ്വലന്തീം വൈരോചനീം കർമ്മഫലേഷു ദുഷ്ടാം ദുർഗാം ദേവീകും ശരണമഹം പ്രപദ്യേ സുതരസി തരസേ നമഃ അഗ്നേ ത്വം പാരയാനവ്യോ അസ്മാൻ സ്വസ്തിഭിരതി ദുർഗാണി വിശ്വാ പൂഷ്യ പൃഥ്വീ ബഹുലാന ഉർവീ ഭവാതോ ഗായതനയായ ശംയോഃ വിശ്വാനിനോ ദുർഗഃ ജാതവേദസിന്ധും നനാവ ദുരിതാതിവർഷി അഗ്നേ അത്രിവന്മനസാ ഗൃണാനോസ്മാകം ബോധ്യവിദാതനൂനാം പൃതനാജിതഗും സഹമാനമുഗ്രമഗ്നിഗും ഹുവേമ പരമാത്സദസ്താദ് സനഃപർഷദതി ദുർഗാണി വിശ്വാ ക്ഷാമദ്ദേവോ അതിദുരിതാത്യഗ്നിഃ പ്രജ്ഞോഷികമീഢ്യോ അധ്വരേഷു സനാച്ഛഹോതാനവ്യത്സസൽസി സ്വാം ചാഗ്നേ തനുവം പിപ്രയസ്വാസ്മഭ്യം ച സൗഭഗമായ ജുഷ്ട മോഭിർജുഷ്ടമയുജോ നിഷിക്തം തവേന്ദ്ര വിഷ്ണോരനുസഞ്ചരേമ
നാഗസ്യ പൃഷ്ഠമപി സംവസാനോ വൈഷ്ണവീം ലോകൈഹമാദയന്താം കാത്യായനായ വിദ്മഹേ കന്യാകുമാരി ധീമഹി തന്നോ ദുർഗി പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. അതുപോലെ തന്നെ ഞാൻ സബ് ജില്ലാ കലോത്സവങ്ങളിൽ നാടകത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം ഞാൻ നാടകത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ 2 പ്രാവശ്യവും ഞങ്ങളുടെ സ്കൂളിൽ നിന്നാണ് ഫസ്റ്റ് A ഗ്രേഡ് കിട്ടിയത്. അതുപോലെ തന്നെ എന്നെ മികച്ച നടിയായിട്ട് 2 വർഷവും തിരഞ്ഞെടുത്തു. അപ്പം ഈ വർഷം ഞാൻ മധ്യമ വ്യായോഗം എന്ന നാടകത്തിൽ ഘടോത്കചൻ്റെ കഥയാണ്, ഘടോത്കചനായിട്ടായിരുന്നു. അപ്പം ആ നാടകത്തിൽ ഘടോത്കചൻ ഭക്ഷണത്തിനായി കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു ബ്രാഹ്മണ കുടുംബത്തിനെ കണ്ടുമുട്ടി. അപ്പം ബ്രാഹ്മണർ ഘടോത്കചനെ കണ്ട് പേടിച്ച് ഓടുന്ന സമയത്ത് ഘടോത്കചൻ പറയുകയാണ്, ബ്രാഹ്മണ, എന്നെ കണ്ട് ഭയന്നോടാതെ മക്കളെയും ഭാര്യയും രക്ഷിക്കാൻ കഴിയാതെ ഒരു ഗരുഡൻ്റെ മുൻപിൽപ്പെട്ട ഒരു പാമ്പിനെ പോലെ പേടിച്ചോടരുത് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. रोषवह्नि तीव्रकलत्रसहितो भुजगो यदार्थ भो ब्राह्मण न गन्तव्यं भो कष्टं जानामि सर्वत्र सदाक्ष नाम द्विजोत्तमा पूज्यतम पृथिव्याम् अकार्यमेदच्छमयद्यकार्यं माधुर्नियोगादवनीय शङ्का भो ब्राह्मण न गन्तव्यं. ട്യൂഷൻ കിട്ടുന്നു, വ്യക്തിത്വ വികസന ക്ലാസ്സുകളിൽ പങ്കെടുത്ത് അവരുടെ വ്യക്തിത്വങ്ങളെ ഉപയോഗപ്പെടുത്താനൊക്കെ സഹായിക്കുന്നു. അതൊക്കെ ഭാവിയിൽ അവർക്ക് ഈ കുട്ടികൾക്ക് വലിയവരായി മാറാനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏറ്റവും ഇപ്പോൾ ടീച്ചർ ഉയർന്നു വന്നതുപോലെ ഒരു താഴ്ന്ന ജാതിക്കാരനായ ചായക്കടക്കാരൻ്റെ മകനാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രി. നമ്മുടെ രാഷ്ട്രപതി ഗോത്രവർഗത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിയാണ്. ഇതുപോലെ സമൂഹത്തിൽ അടിത്തട്ടിൽ അടുത്തതായി ആദരം സമർപ്പിക്കുന്നതിന് ടീച്ചറെയും ക്ഷണിക്കുന്നു. ബാലകൃഷ്ണ മാഷയും ക്ഷണിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.